നമസ്കാരം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് +2 ചരിത്രപാഠ പുസ്തകത്തിലെ 5-ാമത്തെ അധ്യായത്തിൽ നിന്നും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള വൺ വേർഡ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഈ അധ്യായത്തിൻ്റെ പേര് സഞ്ചാരികളുടെ കണ്ണുകളിലൂടെ അല്ലെങ്കിൽ ത്രൂ ദി ഐസ് ഓഫ് ട്രാവലേഴ്സ് എന്നാണ്. ഈ അധ്യായത്തിൽ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച 3 സഞ്ചാരികളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 1 അൽ-ബറൂനി, 2 ഇബിൻ ബത്തൂത്ത, 3 ഫ്രാങ്കോയിസ് ബെർണിയർ. എന്തെല്ലാം വൺ വേർഡുകളാണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ഈ അധ്യായത്തിൽ നിന്നും ചോദിക്കുക, നമുക്ക് മനസ്സിലാക്കാം. 1-ാമത്തെ ചോദ്യം, ദി വർക്ക് ഓഫ് അൽ-ബറൂനി. അൽ-ബറൂനിയുടെ പുസ്തകം അറിയപ്പെടുന്നത് കിതാബുൽ ഹിന്ദ്. അടുത്ത ചോദ്യം, അൽ-ബറൂനീസ് ബർത്ത് പ്ലേസ്. അൽ-ബറൂനിയുടെ ജന്മദേശം ക്വാരിസം ഇൻ ഉസ്ബെക്കിസ്ഥാൻ. ഉസ്ബെക്കിസ്ഥാനിലെ ക്വാരിസം എന്ന് പറയുന്ന സ്ഥലമാണ് അൽ-ബറൂനിയുടെ ജനനസ്ഥലം. ദി യൂറോപ്യൻ ട്രാവലർ ഹു സെറ്റിൽഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ താമസമാക്കിയ യൂറോപ്യൻ സഞ്ചാരി, അദ്ദേഹം മനൂച്ചിയാണ്. അടുത്ത ചോദ്യം, ഇബിൻ ബത്തൂത്ത ആൻ അറബ് ട്രാവലർ കെയിം ടു ഇന്ത്യ ഫ്രം. ഇബിൻ ബത്തൂത്ത എവിടെ നിന്നാണ് ഇന്ത്യയിലെത്തിയത്? ടാഞ്ചീർ ഇൻ മൊറോക്കോ. മൊറോക്കോയിലെ ടാഞ്ചീർ സ്വദേശിയാണ് ഇബിൻ ബത്തൂത്ത. നെക്സ്റ്റ് വൺ, ദി ഫേമസ് വർക്ക് ഓഫ് ഇബിൻ ബത്തൂത്ത. ഇബിൻ ബത്തൂത്തയുടെ പ്രധാന കൃതിയാണ് റെഹ്ല. അടുത്ത ചോദ്യം, ഹൂ അപ്പോയിൻറ്റഡ് ഇബിൻ ബത്തൂത്ത ആസ് ദി ചീഫ് ഖാസി ഇൻ ഡൽഹി. ഇബിൻ ബത്തൂത്തയെ ഡൽഹിയിലെ പ്രധാന ഖാസിയായി നിയമിച്ചതാരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്. അടുത്ത ചോദ്യം, ഹു വാസ് ഡെപ്യൂട്ടഡ് ടു റൈറ്റ് ദി ബുക്ക് ഓഫ് റെഹ്ല ഓഫ് ഇബിൻ ബത്തൂത്ത. ഇബിൻ ബത്തൂത്തയുടെ പുസ്തകം എഴുതുന്നതിന് നിയോഗിക്കപ്പെട്ടത് ആരാണ്? ഇബിൻ ജൂസായ്. നെക്സ്റ്റ് വൺ, ദി 2 cities ഡിസ്ക്രൈബ്ഡ് ബൈ ഇബിൻ ബത്തൂത്ത ഇൻ ഹിസ് ബുക്ക് വേർ. ഇബിൻ ബത്തൂത്തയുടെ പുസ്തകത്തിൽ വിവരിക്കുന്ന 2 പ്രധാന നഗരങ്ങളാണ് ഡാഷ്. ഡൽഹി ആൻഡ് ദൗലത്താബാദ്. അതാണ് ഉത്തരം. നെക്സ്റ്റ് വൺ, ദി പോസ്റ്റൽ സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് മിഡീവൽ പീരീഡ് ഡിസ്ക്രൈബ്ഡ് ബൈ ഇബിൻ ബത്തൂത്ത. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന 2 പ്രധാന പോസ്റ്റൽ സംവിധാനം ഇബിൻ ബത്തൂത്ത വിവരിക്കുന്നത് ഏതൊക്കെയാണ്? 1 ഉലഖ്, മറ്റൊന്ന് ദവ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് മെൻ ബൈ ഉലഖ്? ഉലഖ് എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഹോഴ്സ് പോസ്റ്റ് അല്ലെങ്കിൽ അശ്വതപാൽ. നെക്സ്റ്റ് വൺ, ദി മാർക്കറ്റ് പ്ലേസ് ഇൻ ദൗലത്താബാദ് ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ സിംഗേഴ്സ് ഡിസ്ക്രൈബ്ഡ് ബൈ ഇബിൻ ബത്തൂത്ത വാസ് ഡാഷ്. ദൗലത്താബാദിൽ ഗായകർക്കും ഗായികമാർക്കും വേണ്ടിയുള്ള ഇബിൻ ബത്തൂത്ത സൂചിപ്പിക്കുന്ന കമ്പോളമാണ് ഡാഷ്. താരബാബാദ്. അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, ഫ്രാങ്കോയിസ് ബെർണിയർ വാസ് എ ഡാഷ് ട്രാവലർ. ഫ്രാങ്കോയിസ് ബെർണിയർ ഒരു ഡാഷ് സഞ്ചാരിയാണ്. ഫ്രഞ്ച് സഞ്ചാരിയാണ്, ഫ്രഞ്ചുകാരനായിരുന്നു. അടുത്ത ചോദ്യം, ദി ട്രാവലർ ഹൂ ആർഗ്യൂഡ് ദാറ്റ് there was no private ownership in land in Mughal period was dash. മുഗൾ കാലത്ത് ഇന്ത്യയിൽ സ്വകാര്യ ഭൂ ഉടമസ്ഥത ഉണ്ടായിരുന്നില്ലെന്ന് വാദിച്ച സഞ്ചാരി ആരായിരുന്നു? ഫ്രാങ്കോയിസ് ബെർണിയർ ആയിരുന്നു ആ സഞ്ചാരി. നെക്സ്റ്റ് വൺ, ദി ട്രാവലർ ഹു ഡിസ്ക്രൈബ്ഡ് ദി മുഗൾ റൂളർ ആസ് ദി കിങ് ഓഫ് ബെഗേഴ്സ് ആൻഡ് ബാർബേറിയൻസ്. മുഗൾ ഭരണാധികാരിയെ ഭിക്ഷാടകരുടെയും
അപരിഷ്കൃതരുടെയും രാജാവായി ചിത്രീകരിച്ച സഞ്ചാരിയാണ് ഡാഷ്. അതും ഫ്രാങ്കോയിസ് ബെർണിയർ തന്നെയായിരുന്നു. അടുത്ത ചോദ്യം. ദി കോൺസെപ്റ്റ് ഓഫ് ഓറിയന്റൽ ഡെസ്പോട്ടിസം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ്. പൗരസ്ത്യ സ്വേച്ഛാധിപത്യം എന്ന ആശയം വികസിപ്പിച്ചത് ആരാണ്? മൊണ്ടസ്ക്യൂ. മൊണ്ടസ്ക്യൂ ആണ് പൗരസ്ത്യ സ്വേച്ഛാധിപത്യം എന്നുള്ള ആശയം വികസിപ്പിച്ചത്. നെക്സ്റ്റ് വൺ. ഹൂ ഡെവലപ്ഡ് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ? ഏഷ്യൻ ഉൽപാദന രീതി വികസിപ്പിച്ചത് ആരാണ്? ഈ ആശയം കാൾ മാക്സ് ആണ് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ വികസിപ്പിച്ചത്. അടുത്ത ചോദ്യം. ദി യൂറോപ്യൻ ട്രാവലർ ഹൂ റോട്ട് അബൌട്ട് ദി സതി സിസ്റ്റം ഇൻ ഇന്ത്യ വാസ് ഡാഷ്. ഇന്ത്യയിലെ സതി സമ്പ്രദായത്തെക്കുറിച്ച് എഴുതിയ യൂറോപ്യൻ സഞ്ചാരി ആരാണ്? ഫ്രാങ്കോയിസ് ബെർണിയർ. ഫ്രഞ്ച് സഞ്ചാരിയായ ഫ്രാങ്കോയിസ് ബെർണിയർ ആയിരുന്നു. അടുത്ത ചോദ്യം. ദി വർക്ക് ഓഫ് ബെർണിയർ വാസ് റിട്ടൺ ഇൻ ഡാഷ് ലാംഗ്വേജ്. ബെർണിയറുടെ കൃതി ഡാഷ് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷയിലാണ് ഫ്രാങ്കോയിസ് ബെർണിയറുടെ കൃതി എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ. ദി ട്രാവൽസ് ഇൻ മുഗൾ എംപയർ വാസ് റിട്ടൺ ബൈ. മുഗൾ സാമ്രാജ്യത്തിലെ സഞ്ചാരങ്ങൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഫ്രഞ്ച് സഞ്ചാരിയായ ഫ്രാങ്കോയിസ് ബെർണിയറുടെ കൃതിയാണ് ട്രാവൽസ് ഇൻ മുഗൾ എംപയർ. അടുത്തതായി നമ്മൾ കുറച്ച് യൂറോപ്യൻ സഞ്ചാരികളെയും അതുപോലെ അറബ് പേർഷ്യൻ സഞ്ചാരികളെയും കുറിച്ച് മനസ്സിലാക്കുകയാണ്. യൂറോപ്യൻ സഞ്ചാരികൾ, ഇന്ത്യ സന്ദർശിച്ച പ്രധാനപ്പെട്ട ചില യൂറോപ്യൻ സഞ്ചാരികൾ. ജെസ്യൂട്ട് റോബർട്ടോ നൊബിലി. അദ്ദേഹം പോർച്ചുഗീസുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദേശം പോർച്ചുഗലാണ്. ഡുവർട്ടെ ബാർബോസ. അദ്ദേഹവും പോർച്ചുഗീസുകാരനാണ്. ജന്മദേശം പോർച്ചുഗലാണ്. ജീൻ ബാപ്റ്റിസ്റ്റ് ടവേർണിയർ. അദ്ദേഹം ഫ്രഞ്ചുകാരനാണ്. ജന്മദേശം ഫ്രാൻസ്. മനുച്ചി. ഇന്ത്യയിൽ താമസിച്ചിരുന്ന വിദേശ സഞ്ചാരിയായ മനുച്ചി ഇറ്റലിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദേശം ഇറ്റലിയാണ്. ഫ്രാങ്കോയിസ് ബെർണിയർ ഫ്രഞ്ചുകാരനാണ്. ജന്മദേശം ഫ്രാൻസ്. ഇനി പ്രധാനപ്പെട്ട ചില അറബ് പേർഷ്യൻ സഞ്ചാരികൾ. 11-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച അൽ ബിറൂനി. അദ്ദേഹത്തിൻ്റെ ജന്മദേശം ഉസ്ബെക്കിസ്ഥാനാണ്. ഉസ്ബെക്കിസ്ഥാനിലെ ക്വാറിസം. 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഇബിൻ ബത്തൂത്ത. അദ്ദേഹം മൊറോക്കോയാണ് ജന്മദേശം. മൊറോക്കോയിലെ ടാൻജീർ. മറ്റൊരാൾ 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച അബ്ദുർ റസാഖ് സമർഖണ്ഡി. അദ്ദേഹം ഹെറാറ്റുകാരനാണ്. ഈ സഞ്ചാരികളുടെ യാത്രയെക്കുറിച്ചുള്ള, ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ചുള്ള വിശദമായ ഒരു പഠനമാണ് നമ്മുടെ 5-ാമത്തെ അധ്യായം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. +2 ചരിത്ര പാഠപുസ്തകത്തിലെ 5-ാമത്തെ അധ്യായത്തിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ വൺവേഡുകളും നമ്മൾ മനസ്സിലാക്കി. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.